ഈ ആദർശപരമായി ഏറ്റുമുട്ടലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ നമ്മളെ മമ്പാട്ടുകാരന്റെ ഒരു FB പോസ്റ്റ് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി, ഇവനിക്കിപ്പോ അതിലെന്താ പരിപാടി? എന്നിട്ടോ അവന്റെ തലക്കെട്ടൻ എന്താ, 3 എണ്ണത്തിനും സൗജന്യമായൊരു ഉപദേശം തരാം. ഞങ്ങളെ 3 ആളെയും ഫോട്ടോ വെച്ചിട്ട്, ഹസനി ഉസ്താദിന്റെ, അൻവരി ഉസ്താദിന്റെ, എന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് 3 ആൾക്കും സൗജന്യമായിട്ടൊരു ഉപദേശം തരാം എന്ന് പറഞ്ഞിട്ട് അവന്റെ നീണ്ട ഫേസ്ബുക്ക് പോസ്റ്റാ. അനക്കൊരു സൗജന്യ ഉപദേശം കിട്ടിയിരുന്നല്ലോ ഒമ്പാടെ, അയച്ചു മറന്നു. പൊന്നാര ചെങ്ങായിച്ച് എന്തിനങ്ങനെ ആരെന്ന് മേടിക്കാൻ നിൽക്കണത്? അല്ലെങ്കിൽ ഇത്ര പോരുല ചെങ്ങായിച്ച് ഉളുപ്പ് എന്ന് പറഞ്ഞ അടുത്തു കൂടെ പോയിട്ടുണ്ടോ? ഞങ്ങൾക്കൊക്കെ അവിടെ ഉപദേശം തരാനും ഞങ്ങൾ ഏത് രൂപത്തിൽ മുന്നോട്ട് നീങ്ങണം എന്നൊക്കെ തീരുമാനിക്കാൻ ഞങ്ങളുടെ മശായിഖുണ്ട്. അതിന് സോളാറിന്റെ പിന്തുണ വേണ്ട. ആരടാ ചെങ്ങായി ഞങ്ങളെ ഉപദേശിക്കാൻ? ആദ്യത് ഒരു സാധനത്തിന് ഉപദേശിച്ച് നന്നാക്കണോ വെച്ചെങ്കിൽ വാഴ് മുത്തഴലാവണ്ടേ അല്ലേ? ഇത്തഴ് തുമ്മഴ് ആദ്യം ഈ ഉപദേശം സിദ്ധിക്കടാ, എന്നിട്ട് ഉപദേശിച്ചാ മതി. ഓന്റെ സൗജന്യ ഉപദേശം അവന്റെ കുടി കൊണ്ടുപോയി കൊടുക്ക് അടുക്കളയിൽ. അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഓനക്ക് ഉപദേശം കിട്ടും. പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. ഓൻ എന്നിട്ട് ഇങ്ങനെ ഉപദേശിക്കാൻ വരിക, സൗജന്യ ഉപദേശം. ആയതുകൊണ്ട് മൂപ്പരിക്കൊരു സൗജന്യ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇന്ന് വരെ കേരള ചരിത്രത്തിൽ ഒരു തലപ്പാവുധാരിയായ മുസ്ലിയാരോട് കോലം ചങ്ങാടുന്ന കോലത്തിലാണ്. ഇങ്ങനെ പറയേണ്ട ഒരു ഗതികേടുണ്ടാക്കിയ ഏറ്റവും നാണം കെട്ടൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കിയതാരാ? ഈ സോളാറാണെന്ന് ഉറപ്പല്ലേ? ആ പഴയത് ഞങ്ങളെ കൊണ്ട് ചെന്ന് ഓർമ്മിപ്പിച്ചതാ. ആയതുകൊണ്ട് അമ്മ സായില ഫലാ തൻഹർ ചോദിച്ചോനെ ഞങ്ങൾ മടക്കലില്ല. ആയതുകൊണ്ട് ചെറിയ രൂപത്തിലുള്ളൊരു സമ്മാനം എനിക്ക് തരിക, വെച്ചു കൊടുക്ക്. ഹലോ, നമസ്കാരം. വഹാബ് സാറാണോ? സാർ, ഞാന് സരിത നായരാണ്. സാർ, 2-3 പ്രാവശ്യമായിട്ട് എന്റെ പേര് വളരെ മോശമായിട്ട് മതപ്രഭാഷണങ്ങളിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്കിലൊക്കെ കണ്ടിരുന്നു. അപ്പൊ അതിന്റെ വാസ്തവം എനിക്കറിയില്ല. കാര്യം ഞാൻ സാറിന്റെ ഇത് നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയസിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയതുകൊണ്ട് ഞാൻ നേരിട്ടൊന്ന് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചുള്ളൂ. സാർ അങ്ങനെ സംസാരിച്ചിട്ടുള്ളതാണോ? സോറി മാഡം, മാഡത്തിന് നമ്മളെ പ്രസംഗത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി പറയണം മാഡത്തിനോട്. എന്തോ ഒരു വിനയാനിതനാ നോക്കിയങ്ങള്. സൗജന്യമായിട്ട് ഉപദേശം കിട്ടിയാണോ എനിക്ക്? സൗജന്യമായിട്ട് കിട്ടിയ ഉപദേശം കിട്ടി വെക്കുമ്പോളേ വെറുതെ കിട്ടിയ ഉപദേശല്ലേ. അതിലോനും കണ്ട് താഴ്മ, എന്തൊരു തവാലുള്ള നല്ലൊരു മോനാ. എന്റെ മുത്തുമണിയെ എന്താ രൂപത്തിൽ. പിന്നെ മൂപ്പര് പറയണ നോക്കി, നിർവ്യാജം സോറി പറയണു മാഡം. നിർവ്യാജം സോറി പറയാം. എന്തായാലും ഇപ്പൊ ഇതൊക്കെ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇനി അതല്ലേ പറ്റുള്ളൂ. ഏത് ഇങ്ങനെ സോറി പറയലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ മനസ്സറിഞ്ഞ് പറയണ്. എന്താണ് അങ്ങേറ്റത്ത് ആ ഒരു തൗബേ. ആ ഉപദേശം സൗജന്യമായിട്ട് കിട്ടിയപ്പോ ആ ഉപദേശം ഇങ്ങനെ ഏറ്റ രംഗം കേൾക്ക്. അടുത്തും കൂടി ശരി. വളരെ മനസ്സറിഞ്ഞ് പറയത്രേ. ആ ഉപദേശം കിട്ടിയപ്പോ കണ്ടോങ്ങള്. അപ്പൊ അത് ഇങ്ങനത്തോറ്റിങ്ങളൊക്കെ നന്നാക്കപ്പോ അങ്ങനത്തെ ഒരു ഉപദേശമൊക്കെ മതി. കണ്ടോങ്ങള്. സൗജന്യമായിട്ട് കിട്ടിയ ഉപദേശം. ഞാനും ഇങ്ങനെ കരുതി, പടച്ചോനെ ഇത്രമാത്രം മനസ്സറിഞ്ഞിട്ട് സോറി പറയാനും അതുപോലെ തന്നെ അങ്ങനൊക്കെ സംഭവിച്ചു പോയില്ല, ഇനിയിപ്പോ അതൊക്കെ തന്നെയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയാൻ മാത്രം എന്തായിരിക്കും അപ്പം പറഞ്ഞത്? അല്ല, എന്തായിരിക്കും ഇപ്പം പറഞ്ഞത്? അപ്പോഴാണ് സുബ്ഹാന ജല്ല ജലാലു അടുത്ത ക്ലിപ്പ് വരുന്നത്. അതും കൂടി ഒന്ന് കേട്ടോളേ.
ഏതായാലും സാറായി. എന്നെ തെരുവ് പറ്റി എന്നാണ് വിളിച്ച് ഞാനത് കേട്ടിരുന്നു. അതെങ്ങനെയാണ്? കണ്ടോങ്ങള് എന്താ വിളിച്ചേ? കുറച്ച് കടുപ്പുള്ള വർത്താനാ. നിങ്ങള് കേട്ടില്ലേ? തെരുവ്. അതാ വിളിച്ചത്. ഒരു സ്ത്രീനെ വിളിക്കാണ്. പൊതു സ്റ്റേജിൽ കയറിട്ടു ചെങ്ങായി തെരുവ്. അത് കേട്ടപ്പോഴോ അതാ പറഞ്ഞു. കേട്ടില്ല നിങ്ങള്? ഒന്നുകൂടി വെച്ചോടുക്കും മോനെ. എപ്പോ വെച്ചാൽ ഒന്നുകൂടി വെച്ചോടുക്ക്. മൂന്ന് കേട്ടിരുന്നു. അല്ല, എന്നെ തെരുവ് പറ്റി എന്നാണ് വിളിച്ച് ഞാനത് കേട്ടിരുന്നു. അതാ വിളിച്ചേ. അതാണ് ഇപ്പൊ മനസ്സറിഞ്ഞിട്ട് മാപ്പി ചോദിക്കണേ. മനസ്സറിഞ്ഞ് ഞാൻ ചോദിക്കാണ്. സൗജന്യായിട്ടല്ലേ മുമ്പാടെ ഉപദേശം? എങ്ങനെയുണ്ട്? എന്നിട്ടോ പറയണേ. നിങ്ങൾ ആലോചിച്ച് നോക്കോനെ. അവസാനം പറയണ എന്താ? മേഡം, അത് നിങ്ങളെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞു, നമ്മളെ പ്രസ്ഥാനത്തിലുള്ള ആളെ പറ്റിയാണ്. ഈ പ്രസ്ഥാനത്തിലുള്ള ആളിപ്പോ എങ്ങനെ ഈ 4 കാലൊരു വാലുള്ള ആളായത്? ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് നിങ്ങളെ പ്രസ്ഥാനത്തിൽ മനുഷ്യന്മാരുള്ളതെന്നാ. നോക്കുമ്പോ ഇപ്പൊ ഇതാ ഉള്ളതേ. ഇവരെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളെ പറ്റിയാ തരവും പറഞ്ഞത്. ഞാനാ തെരുവ് ഡേശേന്ന് വിളിച്ചത് ആരെ പറ്റിയാ? ഞങ്ങളെ പ്രസ്ഥാനത്തിലുള്ള ആളെ പറ്റിയാണ്. അങ്ങനെ ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ലല്ലോ. സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാളെ പറ്റിയിട്ട് ഡാ തെരുവ് ഡേശേ എന്ന് വിളിക്കണം. നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മള് കേട്ടില്ല. ഇത് വിളിക്കാണ്. അപ്പോഴാണ് ഇപ്പൊ അതിന്റെ ജവാബ് ഇപ്പോഴേ നമുക്ക് കിട്ടിയത്. അതായത് ഈ തെരുവിലൂടെ പോകുന്ന 4 കാലും ഒരു വാലക്കുള്ള ഒരാളാണ് ഇവരെ പ്രസ്ഥാനത്തിലുള്ളത്. ഓരെയാണ് വിളിച്ചത് എന്നാണ് മമ്പാട് പറയണത്. അപ്പോഴാ നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതിന്റെ മറുപടി നമുക്ക് എവിടുന്ന കിട്ടിയത്? നമ്മളെ അഡ്വക്കേറ്റ് സക്കാഫി പറഞ്ഞു തരുന്നുണ്ട്. അതൊന്ന് വെച്ചു കൊടുക്കുവാനെ. വരുന്ന സ്ഥലത്ത് വല്ലവരും കുഴപ്പമുണ്ടാക്കുമോ എന്ന്. അതെ, മനുഷ്യരാരും കുഴപ്പമുണ്ടാക്കൂല. പക്ഷെ മൃഗമായി പോയാൽ അവര് കുഴപ്പമുണ്ടാക്കുന്നത് പറഞ്ഞിട്ട് കാര്യവുമില്ല. കണ്ടോങ്ങള്? ഈ മരിച്ച വീട്ടില് മയ്യത്ത് കാണാൻ വരുന്ന സമയത്തൊക്കെ കുഴപ്പമുണ്ടാക്കുന്നത് മനുഷ്യന്മാരല്ല, അങ്ങനത്തെ 4 കാലൊരു വാലൊക്കെ ഉള്ള അതിന് സമാനമായ സാധനങ്ങളാണ്. അത് ശരി. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരെ പറ്റി തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായില്ല? അങ്ങനെ അപ്പണ്ട് നമ്മളെ ഇബിലീസ് മൗലയോടൊരു വിശദീകരണം. അത് ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് ജനാസ കാണാൻ വരുന്ന സമയത്ത് മരിച്ച വീട്ടിലത്തെ വിഷയ പറഞ്ഞത്. ഇത് മരിച്ച് 3 കഴിഞ്ഞ് തഴസീയത്തും കഴിഞ്ഞ് 15 കഴിഞ്ഞ് പിന്നെ വരുന്നത്. അല്ല വിദ്വാനെ, അത് മരിച്ച വീട് അല്ലാണ്ടാവോ? ഇവരെ എവിടുന്നാണ് ഈച്ചു വരുന്നത്? മരിച്ച വീട്. മരിച്ച വീട് ഇപ്പൊ ഒരാൾക്ക് മരിച്ച അന്ന് വരാൻ പറ്റില്ല, അല്ലെ തഴസീയത്തിന് വരാൻ പറ്റില്ല. പിന്നെ ഒരാൾ എല്ലണാമയത്ത് ഇങ്ങനത്തെ ഒക്കെ തോന്നിവാസം നടത്താനാ. അപ്പൊ പറയാണ് അത് ഞങ്ങൾ ഉസ്താദ് പറഞ്ഞ അങ്ങനെയാണ്, അതിനെ ഇങ്ങനെ കോട്ടിമാട്ടാണ്. അവിടെ കട്ടെ. ഞങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഈ മരിച്ച വീട് ഇനി അവിടെ മയ്യത്തെടുത്തതിന് ശേഷം ആവട്ടെ അല്ലാത്ത സമയത്താവട്ടെ, അങ്ങനെ ചെല്ലണ സമയത്ത് ഇങ്ങനത്തെ ഒരു സമീപനം സ്വീകരിക്കണ ഏർപ്പാട് അതാര പരിപാടിയാ? അതാര പരിപാടിയാണോ? ഇബ്ലീസ് മൗലവി മറുപടി പറയണോ? മറുപടി തോന്നിയാസം കാണിക്കുക. എന്നിട്ട് പിന്നെ കിടന്നിട്ട് ഇങ്ങനെ വിരകുക, ന്യായീകരിക്കുക. അപ്പൊ 15 ദിവസം കഴിഞ്ഞാൽ മരിച്ച വീട് ജനിച്ച വീടായി മാറുക, മരിച്ച വീട് അല്ലാതായി മാറുക. എവിടുന്ന അവനൊക്കെ ഈറ്റു വരുന്നത്? മാത്രല്ല ഇത് അസൂയ മൂത്തിട്ട്. കാരണം എന്താ? നമ്മളെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയാൻ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ഈ അസൂയ മൂത്ത എല്ലാ അർത്ഥത്തിലും മജ്ജയിലും മാംസത്തിലും മൃഗീയത അലിഞ്ഞു ചേർന്ന ആളുകൾക്ക് ഇങ്ങനത്തെ വീടുകളിലേക്ക് വരുമ്പോ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റൂ. അതാണ് നേരത്തെ മറ്റേ സ്ത്രീയോട് ഫോൺ സംഭാഷണത്തിൽ മമ്പാട് പറഞ്ഞത്. അത് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളെ പറ്റിയാ പറഞ്ഞത്. ഏതാളെ പറ്റിയാ പറഞ്ഞത് മമ്പാടെ? ഒന്നുകൂടി വെച്ചു കൊടുക്കും. 5 വെച്ചു കൊടുക്കും. പക്ഷേ അസൂയ മൂത്ത മൃഗീയത ശരീരത്തിലും മാംസത്തിലും മജ്ജയിലും ഒക്കെ കലർന്ന കുറച്ച് ചെറുപ്പക്കാര് ശക്തമായി ബഹളം വെക്കുകയും അവര് കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. കണ്ടോങ്ങള്? അപ്പൊ അതാണ് ഇതൊക്കെ കൂടി അലിഞ്ഞു ചേർന്നപ്പോ അങ്ങനത്തെ ആളെ പറ്റിയാണ് എന്ത് മറ്റാള് പറഞ്ഞത്? തെരുവ് ഡേശേ എന്ന് നമ്മളെ മമ്പാട് വിളിച്ചത് അവരെ കൂട്ടത്തിൽപ്പെട്ട അങ്ങനത്തെ ആളെ പറ്റിയാണെന്ന്. ഈ ഉപദേശം ഉസാറുണ്ട് കേട്ടോ, നല്ല ഉസാറുണ്ട് മമ്പാടെ. ആയതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത വിഷയത്തിന് എരന്ന് മേടിക്കാൻ നിൽക്കണ്ട. പിന്നെ എന്റെ ഈ പൂച്ച പുറത്തിയാടലും പരിപാടിയൊക്കെ ഉണ്ടല്ലോ,
ആ പെൺപുലിയും പൂച്ച പുറത്തിയാളിലൊക്കെ, പിന്നെ എൻ്റെ കാടൻ പൂച്ച പുറത്തിയാടിയ സംഭവങ്ങളൊക്കെ വേറെ ഉണ്ടാവുന്ന ഇപ്പം എന്നെ കൊണ്ട് ഈ പറയിപ്പിക്കും വേണ്ട. ആയതുകൊണ്ട് അവിടേക്കൊന്നും ഞങ്ങളെ ഈ കൊണ്ടുപോകരുത്. ആ കവനാന്റെ പണി നോക്കിയിട്ട് നല്ല നിലക്കൊക്കെ നിൽക്കുക. സ്റ്റേജൊക്കെ കിട്ടണമെങ്കിൽ വേറെ പണി വായിക്കോ, അല്ലാതെ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി വന്നാൽ അത് ഒരു നടക്ക് പോകൂല സോളാറേ. എന്നാ ഒരു ബോധം നന്നായി ഉണ്ടാവണത് നല്ലാണ്. ആർക്കെങ്കിലൊക്കെ സുഖിപ്പിക്കാൻ, ആരെങ്കിലൊക്കെ സന്തോഷിപ്പിക്കാൻ ഇമാതിരി കളികൾ കളിച്ചാൽ അവിടെ കൃത്യമായി തന്നെ ഞങ്ങൾ ഇടപെടും എന്ന് ഓർമ്മപ്പെടുത്തി, നമുക്ക് വലുത് മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് റസൂല് മഹബ്ബത്ത് വെച്ച അവിടത്തെയുമായി ബന്ധപ്പെട്ട എല്ലാം ഉണ്ടോ അതിനോടൊക്കെയുള്ള മഹബ്ബത്ത്, അതാണ് മുഅ്മിനീങ്ങളായ നമ്മുടെ മുഖമുദ്ര.